ജിജി യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്. എനിക്ക് അവനാ വേണ്ടേ, വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ആ ടേം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്മിൽ മോശം ബന്ധമാണെന്ന തരത്തിലാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് പുള്ളിക്കാരി എന്തുകൊണ്ട് പറഞ്ഞില്ല? 100% ഞാൻ പറയണം, പ്രൂവ് ചെയ്യും. അതായത് എന്ത് സാഹചര്യത്തിൽ പുള്ളിക്കാരി എവിടെ കണ്ടു, എന്ത് കണ്ടു, പല ബന്ധങ്ങളും പുള്ളിക്കാരി നിർത്തിയെന്ന് പറഞ്ഞാണ്. ഇതുവരെ നിർത്തിയിട്ടില്ല. 2 ദിവസം പറയും, 3-ാമത്തെ ദിവസം അടിച്ചു വന്നതിൻ്റെ മേലെ പാമ്പായിട്ട് ഓഡിയോ കട്ട് ചെയ്ത് ആ ഓഡിയോ കെട്ടാൽ തന്നെ മനസ്സിലാവും. പീസാക്കി അമ്മ ഈ തെറ്റ് തിരുത്തി ഈ സംഘടനയിൽ ജോയിൻ ചെയ്യും. പക്ഷെ അമ്മേനെ എനിക്ക് അല്ലാതെ വിശ്വാസമല്ല. കൂടെ നടക്കുന്ന ആൾ പറ്റിച്ച വഞ്ചകയായ ഒരു ഭാര്യ ആരെങ്കിലും വിശ്വസിക്കും? പക്ഷേ ബ്രദർ പറയുന്നില്ലേ, അതായത് മകള് പോയി ചത്താലും അജ്മലിനെ ഒഴിവാക്കില്ല. അതാ പറയുന്നത്. ഇത് അവരെ വാശി, അത് പുള്ളി സമ്മതിക്കില്ല. അത് ചേച്ചി മോളെ എന്തോ ത്രെറ്റനിങ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പറയാണ്. അപ്പനെ വിളിക്കേണ്ട ബാസ്റ്റഡ്. ആ മോളുടെ ഭാവി പോയില്ലേ? ഈ അമ്മ കൗൺസിലിംഗ് ചെയ്യാൻ കേൾക്കാൻ വരുന്നു, ഈ ഓടി എടുത്ത് കേൾപ്പിച്ച ആ കുട്ടിയുടെ ഭാവി ഉണ്ടായി ചിന്തിച്ച ഈ അമ്മേനല്ലേ കൊണ്ടേ തുറച്ച് പറയുന്നത് അംഗീകരിച്ച് കൊടുത്ത് ഇവർ പറഞ്ഞൊക്കെ ശരിയെന്ന് പറഞ്ഞ് അവരെ ട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ട്രസ്റ്റിന് കിട്ടില്ല. നാളെ ഇവളിരിക്കുമ്പോൾ അമ്മ അതേ കളത്തരം കാണിച്ചാൽ അവൾ കളിയാവില്ലേ? അപ്പനെ പറ്റിയ തെറ്റ് മോൾക്ക് വരരുത് എന്നുള്ള പ്രതിർ വാത്സല്യം കൊണ്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. അപ്പൻ്റെ ഒപ്പം എന്നല്ല, അമ്മയുടെ ഒപ്പം നിന്നിട്ടില്ല. ഞാനാണ് അവരെ കുടുംബം തകർക്കുന്നത് പറയുന്ന ആളുകളോട് ഞാൻ പറയാണ്, 100% ഈ വീഡിയോ ഒരു പ്രൂഫ് ആക്കിയിട്ടെന്ന് വെച്ചോ, കുഴപ്പമില്ലാത്ത റീച്ചും മര്യാദ ലെവലിൽ പേരുണ്ട്. പിന്നെ എന്തിനാ ഈ നാറ്റക്കേസിൻ്റെ പുറകെ പോകണമെന്നാണ്. ഞാൻ നാറ്റക്കേസിൻ്റെ പുറകെ പോയതല്ല. ആ മനുഷ്യൻ സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയതാണ്. നാട്ടുകാരെ കാശും മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ടാണ് പറയുന്നത് സാധനം. നാളെ തൊട്ട് ഇവിടുന്ന് ഒരുത്തനും ഒരു കാര്യം പുറത്ത് പറഞ്ഞേക്കരുത്, പറഞ്ഞാൽ എല്ലാത്തിനും അടിച്ചു കൊല്ലും. ആരാവൻ? ഞാൻ തമാശ പറയുന്നില്ല, വീഡിയോ ഉണ്ട്. ഞാനൊരു ക്രിസ്ത്യാനിയും കണ്ടിട്ടല്ല ക്രിസ്തു മതത്തിലേക്ക് വന്നത്. ഞാൻ ക്രിസ്തുവിനെ കണ്ടിട്ടാണ്. പുള്ളി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങൾക്കുള്ളൊരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് കേട്ടോ. ഫൗണ്ടേഷൻ നിർത്തി, ട്രസ്റ്റ് നിർത്തി പുള്ളിയുടെ ലെവലിൽ സന്യസിക്കാൻ എന്തെന്ന് വെച്ചാൽ പുള്ളിക്ക്